ഗായ്സ് ഒരു ന്യൂസ് കണ്ടു. ഇങ്ങനെയാണ്, നന്നാവില്ലെന്ന് PSC ഇക്കൊല്ലം മാത്രം പിൻവലിച്ചത് 326 ചോദ്യങ്ങൾ. അതായത് ഇത് ടാക്സ് പേ ചെയ്യുന്ന PSCയുമായി ബന്ധമുള്ളവരില്ലാത്തവരൊന്ന് കേൾക്കണേ. ടോട്ടൽ 21 മെമ്പേഴ്സ് ഉണ്ട് നമ്മുടെ PSCയിൽ. ഇവർക്കൊക്കെ സാലറി എന്ന് പറയുന്നത് 2 ലക്ഷത്തിന് മേലെയും കണ്ടാണ്. ഇത്രയും സാലറി മേടിക്കുന്നവർക്ക് ഒരു 100 ക്വസ്റ്റ്യൻസ് വൃത്തിക്കേടാ അറിയില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര നാണക്കേടാണ്. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ, ഒരു 15,000 രൂപയ്ക്കാണ് നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മളെ ഭാഗത്തിൻ്റെ മിസ്റ്റേക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തൊക്കെ തിരികേക്കണം. അത് മാത്രമല്ല വീണ്ടും നമ്മൾ ആ തെറ്റ് റിപ്പീറ്റ് ചെയ്യാണ്ടൊക്കെ വേണ്ടി മാക്സിമം നോക്കും. പക്ഷേ ഇത്രയും സാലറി മേടിക്കുന്നവർക്ക് ഇതിങ്ങനെ എത്ര സംഭവിച്ചാൽ ആരും ചോദിക്കാനും പറയില്ല എന്ന് തോന്നുന്നു. എന്തായാലും ഒരു ഭരണഘടനാ സ്ഥാപനമാണ്, ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ മോശമല്ല. ആകെ 100 ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളൂ, അത് ഇത്രയും പേരുമുണ്ട്, എന്തോരം എംപ്ലോയീസ് ഉണ്ട്. പക്ഷെ ഇവർക്കൊന്നും ഇതിനൊന്നും റെസ്പോൺസിബിലിറ്റി ഇല്ല, ദൈവത്തിന് മാത്രം അറിയാം. പിന്നെ വേറൊരു സംഭവമാണ് ഡിലീഷൻ. ഈ അടുത്ത് നടന്ന എക്സാമിന് വരെ കൊല്ലം, കണ്ണൂർ ആ LDക്ക് വരെ 9 ക്വസ്റ്റ്യൻസോളം ഡിലീഷൻ ചെയ്തു എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഈ എക്സാം എഴുതി കഴിഞ്ഞവരൊരു കാര്യം ചെയ്യും, അതായത് മാർക്കെല്ലാം കൂട്ടും. കിട്ടിയത് ഇത്ര, നെഗറ്റീവ് ഇത്ര, ടോട്ടൽ എൻ്റെ മാർക്ക് ഇത്ര, ഞാൻ ഏകദേശം ഈ ലിസ്റ്റ് വരും, അല്ല ഞാൻ ഏകദേശം ഈ റാങ്കിൽ വരും, ഒന്ന് കൂട്ടി വെക്കും. അപ്പോൾ അവർക്ക് ഇടുത്തി പോലെ ഈ ഡിലീഷൻ. അപ്പോൾ എന്താക്കും, നമ്മൾ കൂട്ടി വെച്ചാൽ എല്ലാം മാറും. പോയിൻ്റ് മാർക്കിനാണ് ഓരോരുത്തരുടെ ഇത് റാങ്ക് അങ്ങ് നിങ്ങൾക്കൊക്കെ എത്തുന്നത്. അപ്പോൾ ഒരു മാർക്കിനൊക്കെ എന്ന് പറഞ്ഞാൽ അത്ര വിലയുള്ള സാധനമാണ്. ഇവർ ഈ 9 ഡിലീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഇടുന്നത്? ഇടുന്നത് ഒരു 100 ക്വസ്റ്റ്യൻ വൃത്തിക്കിട്ടൂടെ? ഒന്നാമത് ഉദ്യോഗാർത്ഥികൾ വളരെ കഷ്ടപ്പെട്ട് ഈ പഠിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയും കൂടെ ചെയ്താൽ അവരുടെ ഉള്ള ഇതും കൂടെ കളയലുള്ളൂ. അതെല്ലാം മറ്റേ പനി പിടിച്ച് 2 ദിവസം റെസ്റ്റായിട്ട് ഇങ്ങനെ കിടക്കുമ്പോഴാണ് മൊബൈലിൽ കുറേ നോട്ടിഫിക്കേഷൻ, കുറേ കോളും. ഞാൻ നോക്കുമ്പോൾ സൈലം എൻട്രി എല്ലായിടത്തും കോളും മെസ്സേജ്. സംഭവം എന്താ അറിയോ? LDC എന്ന നാടകത്തിന് ശേഷം ഞങ്ങൾ അവതരിപ്പിക്കുന്നു സെക്രട്ടേറിയറ്റ് OA. അതായത് അടുത്ത എക്സാമിന് വേണ്ടി നോട്ടിഫിക്കേഷൻ, നിങ്ങൾ ജോയിൻ ചെയ്യുന്നില്ലേ എന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ആക്ച്വലി ഞാൻ അവരുടെ കോച്ചിങ്ങിന് കുറ്റം പറയുന്നില്ല കേട്ടോ. ഒരുപാട് പേര് ജോയിൻ ചെയ്യുന്നുണ്ട്, നന്നായിട്ട് പഠിക്കുന്നുണ്ട്. ആ കാര്യമൊന്നും എനിക്കറിയില്ല, ഞാനിപ്പോൾ കണ്ടപ്പോൾ പറഞ്ഞതേ. അപ്പോൾ എല്ലാവരുടെയും അവസ്ഥ അതായിരിക്കുമല്ലോ. അതായത് LDC കഴിഞ്ഞു, അടുത്ത സെക്രട്ടേറിയറ്റ് OA. ഞാൻ പണ്ട് പറഞ്ഞ പോലെ ചുരുളി